ദുബായിൽ പോയിട്ടുണ്ടോ? ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ? അത് മാത്രമല്ല, സെക്കൻഡ് പ്രൈസ് ആയി 1 ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ 4 പേർക്കും, കൂടാതെ ആഴ്ച തോറുമുള്ള വിവിധ തെരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം. ഈ ഓണത്തിന് റോയലിൽ ഓഫറുകളുടെ പൊട്ടിപ്പൂരം. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. അപ്പൊ എങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാം, ഒത്തിരി ലാഭിക്കാം, കീശ കാലിയാവാതെ. ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1974-75 SSLC ബാച്ച് വിദ്യാർത്ഥികൾ 50 വർഷങ്ങൾക്ക് ശേഷം ഒത്തുചേർന്ന് ഓർമ്മകൾ പുതുക്കി. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 50 വർഷത്തിന് ശേഷം പൂർവ്വ വിദ്യാർത്ഥി സംഗമം. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1974-75 SSLC ബാച്ചിലെ വിദ്യാർത്ഥികൾ 50 വർഷത്തിന് ശേഷം വീണ്ടും ഒത്തുചേർന്നു. ബസ്സൊക്കെ അടിച്ച് തകർത്തുകൂടെ പഠിക്കുന്നതിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആ പ്രായത്തിൻ്റെ ഇതിനനുസരിച്ച് അങ്ങനെ പോവണം. പക്ഷെ എവിടെ കൊണ്ടുപോയാലും എന്തെങ്കിലും പ്രൈസ് വാങ്ങിക്കാണ്ട് തിരിച്ചു വരാറില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുതുരുത്തിയെ പറ്റി നമുക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ ചേലക്കര വർക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. യാദൃച്ഛികമായിട്ട് ഇവിടെ വേറെ ഒരു ഫിലിപ്പോസ് മാഷം കൊണ്ട് ഇവിടെ വർക്ക് ചെയ്ത ഒരു മാഷം കൂടെ വന്നതാണ്, വത്സൽ ടീച്ചറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ അന്തരീക്ഷം വളരെ ഇഷ്ടപ്പെട്ടു. ഈ മരങ്ങളും ഇതൊക്കെ കണ്ടപ്പോഴേ, പിന്നെ ഗ്രൗണ്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇഷ്ടപ്പെട്ടത്. എനിക്കിവിടുന്ന് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇവിടുന്ന് പോകേണ്ടി വന്നു. ഞാൻ ഗൾഫിൽ പോയി 78 തോന്നുന്നു. ഗൾഫിൽ പോയി. പിന്നെ ഞാൻ ഇവിടെ തിരിച്ചു വന്നില്ല. അപ്പോഴേക്കും പുതിയൊരു സ്കൂള് പാഞ്ഞാൾ ഗവൺമെൻറ് സ്കൂൾ വന്നു. അപ്പോൾ അങ്ങനെ പോവുകയും ചെയ്തു. പിന്നെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഭാഗ്യം എന്താ വെച്ചാൽ, ഇവിടെ അന്ന് പഠിച്ചിരുന്ന കുട്ടികൾ അറഫയിൽ വന്നിരുന്നു. അറഫയിൽ ഞാൻ 22 കൊല്ലം വർക്ക് ചെയ്തു. മൊത്തം ഞാൻ 53 കൊല്ലം ഞാൻ വർക്ക് ചെയ്തു, വേറെ ഒരാളേക്കാൾ കൂടുതൽ. പ്രായത്തിന്റെ ആവശ്യതകൾ മറന്ന് വിദ്യാർത്ഥികളെ പോലെ അവർ ഓർമ്മകൾ പുതുക്കി. ചെറുതുരുത്തി നീളാഞ്ചിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം 50ാം വാർഷികാഘോഷവും നടന്നത്. സ്കൂളിലെ മുൻ കായിക അധ്യാപകനായിരുന്ന TN ഉണ്ണികൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ അഡ്മിൻ MK ഹംസക്കുട്ടി അധ്യക്ഷത വഹിച്ചു. മുൻ അധ്യാപകരായ KT രാമചന്ദ്രൻ, KP അലവിക്കുട്ടി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ഗ്രൂപ്പിലെ അധ്യാപികയായിരുന്ന ഗീതാലക്ഷ്മി സ്വാഗതം ആശംസിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് 3 അധ്യാപകരെയും പൊന്നാടണിയിച്ച് വിദ്യാർത്ഥികൾ ആദരിച്ചു. ഭാരവാഹികളായ KM മുസ്തഫ, K കരുണാകരൻ എന്നിവർ സംസാരിച്ചു. KA ജമീല നന്ദിയും പറഞ്ഞു. തുടർന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയും വിവിധ കലാപരിപാടികൾ നടത്തുകയും ചെയ്തു. സന്തോഷങ്ങളും വിശേഷങ്ങളും പങ്കുവെച്ച് ഒരു ദിവസം മുഴുവൻ ഒന്നിച്ചുകൂടിയ ശേഷം പിന്നീട് കാണാമെന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞു. അങ്ങനെ മാഷ് വന്ന് സംസാരിച്ച് പെട്ടെന്ന് ഞങ്ങൾ മനസ്സിലായില്ല. നമുക്ക് പരിചയപ്പെടുത്തി പേര് പറഞ്ഞപ്പോൾ തന്നെ മാഷിക്ക് മനസ്സിലായി. ഹംസക്കുട്ടി, കരുണാകരൻ, മുസ്തഫ എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ മാഷിക്ക് മനസ്സിലായി. വളരെ സന്തോഷമായി ഞങ്ങൾക്ക് കേട്ടോ. അപ്പോൾ അത് കാണാൻ മാഷ അങ്ങനത്തെ അത്രയും ഒരു ഏബിളായിട്ട് കണ്ടപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു മാഷ് പറഞ്ഞ് എന്തായാലും വരാം. ഞാൻ പറഞ്ഞു മാഷൊരു കാര്യം ചെയ്യാം. CCV ന്യൂസ് ചെറുതുരുത്തി.